ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനുഷ്യ വേഗം വീട്ടിലേക്ക് വണ്ടി എടുക്ക. അർച്ചനയ്ക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോണോ? മധുവിന്റെ ആൾക്കാര് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അർച്ചനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കളാം. അതൊന്നും ഇപ്പൊ നോക്കണ്ട. ചെങ്കൽ മധുവല്ല, ആര് വന്നാലും എനിക്കൊരു പ്രശ്നമല്ല. ഇത്രയും പെട്ടെന്ന് എനിക്ക് അർച്ചനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേഗത്തിൽ വണ്ടി വിട്. സച്ചേട്ടൻ ഇപ്പൊ വരും. ചേച്ചി എഴുന്നേക്ക്, നമുക്കൊന്ന് റെഡിയാവാം. ഒന്ന് പിടിച്ച് പതുക്കെ. അനക്കെ ഇങ്ങോട്ട് ഇരുത്താം. വാ ഇരിക്കാം. എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പൊ? കുഴപ്പമില്ല. നീ സച്ചേട്ടൻ വന്നോ? എടോ എന്താ എന്തു പറ്റി? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലതുപോലെ വേദന ഉണ്ട്. എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതെ. എഴുന്നേക്ക്. സച്ചേട്ടാ, ആ ഡോക്ടർ ഇഷാനെ ഒന്ന് വിളിക്കോ. അവര് ഹോസ്പിറ്റലിൽ ഉണ്ടോ നോക്ക്. ശരി. ഹലോ ഡോക്ടർ, ഞാൻ സച്ചിയ. അർച്ചനയ്ക്ക് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഞാൻ വിളിച്ചേ. അർച്ചനയ്ക്ക് നല്ല പെയിനുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് കൊണ്ടുപോവാ. ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി ഡോക്ടർ. ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. സ്നേഹ, നീയും കൂടെ പോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടെ വേണം. സച്ചേട്ടുണ്ടല്ലോ, അത് മതി. വേണ്ട, തൽക്കാലം ആരും വരണ്ട. ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അന്നേരം ആരെങ്കിലും വന്നാൽ മതി. എന്നാ ഞാനും കൂടി വരാം. സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ പോയാൽ അത് ശരിയാവത്തില്ല. ഒന്നും വേണ്ട ധനുഷ്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടിട്ട് വിളിക്കാം. ഈ അവസ്ഥയില് സ്ത്രീകൾ ആരെങ്കിലും ഇല്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാനും വരാം സച്ചേട്ടാ. വേണ്ട നകെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആതിരെ, നീ അർച്ചനെ കാറിലേക്ക് ഇരുത്ത്. ഞാൻ എന്താ വരുന്നു. വാ ചേച്ചി. പതുക്കെ.